ഇപ്പോൾ മാങ്ങൻ്റെ സീസണല്ലേ. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോഴേ ഇതുപോലെ ഒന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൊണ്ടിട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എനിക്ക് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. മാങ്ങ കുറച്ച് പഴുപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകൾ വശത്ത് കണ്ടോ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. മാങ്ങൻ്റെ ഉൾവശത്തിനൊരു കുഴപ്പമില്ല കേട്ടോ. പുറത്ത് തൊലിൻ്റെ ആ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് കറുത്ത കളറൊക്കെ വന്നിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാങ്ങ ഞാൻ ഇതേപോലെ പൂണ്ട് അത് ഇങ്ങനെ കത്തി കൊണ്ട് ചെറിയ ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് മാങ്ങൻ്റെ തൊലി കളയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൾപ്പ് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ മാങ്ങൻ്റെ പൾപ്പൊക്കെ ഞാനെടുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ആ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസും ചേർക്കുക. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർക്കുക. പിന്നെ ഞാനൊരു കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നു. പിന്നെ 2 സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഐസ് ഉണ്ടാക്കാനേ മോൾഡൊന്നും ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഈ പേപ്പർ ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അത് വീട്ടിലുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ ചെറിയ ബൗളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പേപ്പർ ഗ്ലാസ്സാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് നമ്മളെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മോൾഡ് ഉണ്ടായിന് കേട്ടോ അവിടെ. അതിക്കും ഞാൻ കുറച്ച് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഗ്ലാസ് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് വെള്ളം ഇറ്റി വീഴുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വെള്ളം ഇറ്റി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കത്തി കൊണ്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ചോക്കോബാറിൻ്റെ ആ ഒരു കമ്പുണ്ടല്ലോ അതിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ രാത്രിയിലാണ് കേട്ടോ ഇത് ചെയ്തത്. പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ മാംഗോ ഐസ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് ഇതുപോലെ കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലാസ്സിൽ നമുക്ക് ഐസ് എടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങ, പാല്, പഞ്ചസാര ഇത് ചേർത്തിട്ട് മാത്രമാണ് ഇതുപോലെ നല്ല അടിപൊളി ഐസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മാങ്ങൻ്റെ സീസണല്ലേ, എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.